Namaskaram. Ganesh Kumar from Automotivate, India. ഇന്നത്തെ കഥ ഇന്നിപ്പോൾ ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ്. ഞാൻ അതിന് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് സ്റ്റേ അവെയർ ആൻഡ് ബി സേഫ്. കാറുകളിൽ സൺ ഫിലിം ഒട്ടിക്കുക, ടിൻഡഡ് ഗ്ലാസ് യൂസ് ചെയ്യുക, ഇതൊക്കെ കുറേ കാലങ്ങളായിട്ട് നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഈ ഡാർക്കായിട്ടുള്ള സൺ ഫിലിമൊക്കെ ഒട്ടിച്ച് അകത്തിരിക്കുന്നത് ആരാണെന്ന് പോലും കാണാതെ വന്ന സമയത്ത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് തന്നെ ഈ സൺ ഫിലിമുകൾ എടുത്തു കളയാമെന്ന് ഉത്തരവ് വന്നു. വഴിക്കൊക്കെ അവരൊരു സമയപരിധി കൊടുത്തു. വഴി നീളെ മോട്ടോർ വെഹിക്കിളുകാരും പോലീസുകാരും ഒക്കെ നിന്ന് ഫിലിം പറിച്ചു കളയുക, ഫൈൻ അടയ്ക്കുക, ഇങ്ങനെയൊക്കെ നടന്നു. പിന്നെ അങ്ങനെ ആ സൺ ഫിലിം ഒട്ടിക്കുന്ന കാര്യം തന്നെ നിന്നു. അപ്പോൾ അതിലൊരു ചോദ്യം വരുന്നത്, ഈ സൺ ഫിലിം ഒട്ടിക്കുന്നത് എന്തിനാണ്? കൂടുതലും ആൾക്കാരും പറയുന്നത് അത് ചൂട് കുറയ്ക്കാനാണെന്നാണ്. നമ്മുടെ ഈ കാലാവസ്ഥയിൽ അതിന് മാത്രമൊക്കെ ചൂടുണ്ടോ? ഇന്ന് വരുന്ന മിക്ക കാറുകളിലും നല്ല ശക്തി, പവർഫുൾ എയർ കണ്ടീഷണറാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് സൺ ഫിലിം കൂടാതെ ടിൻഡഡ് ഗ്ലാസും മിക്ക കാറുകളിലും വരുന്നുണ്ട്. ഇപ്പോൾ ഹൈ എൻഡ് കാറുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ത്രോ ഉള്ള എയർ കണ്ടീഷണറുകളുണ്ട്. എന്നിട്ടും ഈ സൺ ഫിലിമിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ ഈ പൊതുജനങ്ങളുടെയൊക്കെ ആവശ്യം അനുസരിച്ചിട്ട് ഹൈക്കോടതി ഈ നിയമം ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് BIS അനുസരിച്ചുള്ള സൺ ഫിലിമുകൾ ഒട്ടിക്കാമെന്ന് പറയുന്നു. അതിൽ 70% ഫ്രണ്ടിലും ബാക്കിലും, 50% സൈഡിലും പുറത്തുനിന്ന് കാണുന്ന രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. കുറച്ചു കാലം മുമ്പുള്ള എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ വിജയവാഡ, ആന്ധ്രാപ്രദേശിലൊരു കമ്പനിയിൽ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാറ് സർവീസിലായിരുന്ന സമയത്ത് എൻ്റെ ബോസിൻ്റെ കാറ്, ഡീലർ പ്രിൻസിപ്പലിൻ്റെ കാറ് എനിക്ക് 2 ദിവസം ഉപയോഗിക്കാൻ തന്നു. മിക്ക ദിവസവും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര ഇരുട്ടായിരിക്കും, പുറത്ത് ഇരുട്ടിയിട്ടാണ് പോവാറ്. കൂടാതെ ചിലപ്പോൾ മഴയും ഉണ്ടാവും. ഓരോ ടേണിങ്ങിലും എത്തുന്ന സമയത്ത് ഈ സൺ ഫിലിമിൻ്റെ അത്രയ്ക്ക് ഡാർക്കായത് കാരണം കൈകൊണ്ട് സൈഡിൽ തിരിച്ചിട്ട് വിൻഡോ താഴ്ത്തിയതിന് ശേഷം മാത്രമേ എനിക്ക് സൈഡ് കാണാൻ പറ്റുള്ളൂ. അതാണെങ്കിൽ സൈഡിലുള്ള ഡിവൈഡറിൻ്റെ മുകളിൽ വണ്ടി ഇടിക്കുകയോ വരികയോ ചെയ്യും. അപ്പോൾ ഇതെൻ്റെ സ്വന്തമായിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പോൾ ഇത്രയും ഡാർക്കായിട്ടുള്ള ഒരു സൺ ഫിലിം ഒട്ടിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ പറയുന്നത്, സെലിബ്രിറ്റീസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമാ താരങ്ങളൊക്കെ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവരെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഓടിക്കൂടിയിട്ട് അവരെ ശല്യം ചെയ്യുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷേ ഹൈക്കോടതി ഏതായാലും അനുവദിച്ച സ്ഥിതിക്ക് ഇത് ഈ 70% ഫ്രണ്ടും ബാക്കും, 50% സൈഡിലും അകത്തിരിക്കുന്ന ആൾക്കാരെ കാണുന്ന വിധത്തിൽ ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റേ അവെയർ, സ്റ്റേ സേഫ്. ഇനി വേറൊരു സേഫ്റ്റി ഫീച്ചറുമായിട്ട് ഇന്നത്തെ 2 വീഡിയോസും സേഫ്റ്റീനെ പറ്റിയിട്ടാണ്. ഇതും ഈ രണ്ടാമത് ചെയ്യുന്നതും ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആയിരുന്നു. ഇപ്പോൾ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ച് പറയുന്നത് ചെറിയ കുട്ടികളെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചൈൽഡ് സേഫ്റ്റി സീറ്റ് ഉപയോഗിക്കണമെന്നാണ്. ഇതിന് വിപരീതമായി മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ സേഫ്റ്റി സീറ്റ്സ് അവൈലബിൾ അല്ല, അതുകൂടാതെ വഴിക്ക് നിർത്തിയിട്ട് ഫൈനൊന്നും അടയ്ക്കില്ല എന്നൊക്കെ. സേഫ്റ്റി സീറ്റ് അവൈലബിൾ അല്ല എന്ന് പറയുന്നതിനടുത്ത് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. ഇതിനിടെ കൂടിയിട്ടൊരു കുട്ടികളുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന കടയിൽ പോയ സമയത്ത് അവിടെ പ്രോമിനൻ്റ് ആയിട്ട് ഡിസ്പ്ലേയിലുണ്ട്. കൂടാതെ പല ലെവലിലുള്ള ചൈൽഡ് സേഫ്റ്റി സീറ്റുകൾ ഇന്ന് ഓൺലൈനായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. കുട്ടികളുടെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് പൈസ ചെലവിട്ടൊരു കാറ് വാങ്ങിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ കാറുകളെ പലതും ചേർത്ത് മോടി പിടിപ്പിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്.
ഈ മോടി പിടിപ്പിക്കുന്നതിൻ്റെ പകുതി പോലും ആവില്ല ഒരു കുട്ടികളുടെ ഒരു ചൈൽഡ് സീറ്റ്. ഇതിൻ്റെ പ്രധാന കാരണം ഒന്ന്, മിക്ക സമയത്തും കുട്ടികൾ ഇരിക്കുന്നത് വിൻഡോ സീറ്റിലായിരിക്കും. ചില ആൾക്കാർ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുത്താറുണ്ട്, ചില ആൾക്കാർ മടിയിലിരുത്തി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഒരു സഡൻ ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ക്രാഷോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ കുട്ടികളെ അത്രയും അപകട സാധ്യതയിൽ എക്സ്പോസ് ചെയ്യണോ? അതുകൂടാതെ ചെറിയ കുട്ടികളെ, ഒരു 12 വയസ്സ് വരെ ഉള്ള കുട്ടികളെ, 12-13 വയസ്സ് വരെയുള്ള കുട്ടികളെ സീറ്റ് ബെൽറ്റ് വെച്ച് നമുക്ക് സെക്യൂർ ആയിരിക്കാൻ സാധിക്കില്ല. ഇതൊരു സയൻറ്റിഫിക് റീസണാണ്. കൂടാതെ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം കുട്ടികൾക്ക് കാറിൽ നടുവിൽ മിഡിൽ സീറ്റിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ മിഡിൽ സീറ്റിൽ ഈ ചൈൽഡ് സീറ്റ് ഫിക്സ് ചെയ്യുന്നതാണ്. ചൈൽഡ് സീറ്റിനെ പറ്റിയിട്ടുള്ള ഏജ് അനുസരിച്ചിട്ടും ആ കുട്ടികളുടെ കറക്റ്റായിട്ടുള്ള പൊസിഷനിങ്, ഇപ്പോൾ ഒരു ക്രാഷോ അല്ലെങ്കിൽ ഒരു അപകടമോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കാശ് മുടക്കണോ എന്ന്, കുട്ടികളുടെ സേഫ്റ്റിയാണോ പ്രധാനം, അല്ല ഈ ഒരു കാറ് മോടി പിടിക്കലാണോ പ്രധാനം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ചൈൽഡ് സീറ്റ് ബാക്കിലെ മിഡിൽ സീറ്റിൽ വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയുണ്ട്. ഈ മിഡിൽ സീറ്റിൽ ഇങ്ങനെ വെച്ച് കുട്ടികൾ ഇരിക്കുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 47%, 47% സേഫ്റ്റി കുട്ടികൾക്ക് കൂടുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൂടി ശ്രദ്ധിക്കുക. അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.